മൂന്നാറിലെ ഈ തോട്ടവും ബംഗ്ലാവും തുച്ഛമായ വിലയ്ക്ക് ഇങ്ങനെ ഒരു പരസ്യം നിങ്ങൾ കാണുകയാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളൊരു എസ്റ്റേറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ ഈ പരസ്യത്തിലേക്ക് ആകൃഷ്ടനായേക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില നിയമകാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തോട്ടഭൂമിയുടെ അവകാശം എങ്ങനെ പരിശോധിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഭൂമിയുടെ അവകാശികൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരും നാട്ടുരാജാക്കന്മാരുമായിരുന്നു എന്ന് നമുക്കറിയാം. ഇടനിലക്കാരായിരുന്നു കരം പിരിവും മറ്റും നിർവഹിച്ചിരുന്നത്. കർഷകർക്ക് കൃഷി ചെയ്യാമെന്നല്ലാതെ ഭൂമിയിൽ അവകാശബന്ധം ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒറ്റ യൂണിയനായി നിലവിൽ വരികയും ഭരണഘടനയിൽ സോഷ്യലിസം എന്ന ആശയം കടം കൊള്ളുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമാണ് ഭൂമി എല്ലാവരിലും വിതരണം ചെയ്യപ്പെടുക എന്നത്. ഇതിന്റെ മുന്നോടിയായാണ് രാജ്യത്ത് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും ഭൂമി എന്ന സ്ലോഗൻ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി ഒരു 15 ഏക്കർ എന്നാണ് സാമാന്യമായി പറയാറ്. ഭൂമിയുടെ പരിധി സംബന്ധിച്ച നമ്മുടെ വീഡിയോയിൽ കൃത്യമായ വിശദാംശങ്ങളുണ്ട്. അത് ഇവിടെ വീണ്ടും പറയുന്നില്ല. ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ചേർക്കാം. ലാൻഡ് റിഫോംസ് എന്നറിയപ്പെടുന്ന ഭൂപരിഷ്കരണ നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ കേരളത്തിലും നടപ്പിലാക്കപ്പെട്ടു. ഭൂമി കർഷകർക്ക് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് മേഖലയുടെ ഏറ്റവും വലിയ ശക്തി കൃഷിയാണ്. അതുകൊണ്ട് ഭൂമിയിൽ അവകാശം നൽകി കർഷകരെ ശക്തിപ്പെടുത്താനാണ് സ്റ്റേറ്റ് ലക്ഷ്യമിടുന്നത്. ലാൻഡ് റിഫോംസ് ആക്ട് ആണ് ഈ രംഗത്തെ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ. കുടികിടപ്പുകാർക്ക് ഭൂമിയിൽ അവകാശം, കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി, ഇവ രണ്ടുമാണ് ലാൻഡ് റിഫോംസ് ആക്ടിന്റെ സവിശേഷതകൾ. ഇതിൽ ഭൂപരിധി നിർണയവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ മാത്രമാണ് നമ്മളിവിടെ തുടർന്ന് നോക്കുന്നത്. സെക്ഷൻ 82 പ്രകാരമാണ് ഈ ഭൂപരിധി അഥവാ സീലിംഗ് ഏരിയ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഭൂപരിധി ലംഘിച്ച് ഭൂമി കൈവശം വയ്ക്കുന്നത് സെക്ഷൻ 83 പ്രകാരം വിലക്കുകയും പരിധിയിൽ കവിഞ്ഞ ഭൂമിയുടെ അവകാശം സെക്ഷൻ 86 പ്രകാരം സർക്കാരിലേക്ക് വെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് പരിധിയിൽ കവിഞ്ഞ ഭൂമി സർക്കാരിന്റെ അനുമതി കൂടാതെ കൈവശം വയ്ക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഈ നിയമം 1964 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചില വസ്തു കൈമാറ്റങ്ങൾ നടത്താൻ ശ്രമിക്കുമെന്ന് നിയമസഭ മുൻകൂട്ടി കണ്ടിരുന്നു. അത്തരം കൈമാറ്റം അസാധുവാക്കുന്നതിനും നിയമത്തിൽ പ്രത്യേകമായി വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ നിയമം പരിശോധിക്കുന്നത് റവന്യൂ കോടതികളിലാണ്. താലൂക്ക് ലാൻഡ് ബോർഡുകൾ എന്ന ഈ ട്രിബ്യൂണലുകളിലാണ് സീലിംഗ് ഏരിയ തീർച്ചപ്പെടുത്തുന്നത്. ഈ നിയമത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 81ലെ എക്സംഷൻസ് ആണ്, അതായത് ഒഴിവാക്കലുകൾ. ചിലയിനം ഭൂമികളെ ഈ ഭൂപരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അത് ലാൻഡ് ബോർഡുകൾ മുഖേന തീർച്ചപ്പെടുത്തി ഒഴിവാക്കലുകളുടെ ആനുകൂല്യം സമ്പാദിക്കേണ്ടതുണ്ട്. ഈ ഇളവുകൾ അബ്സല്യൂട്ട് അല്ല, അത് കണ്ടീഷണലായി നൽകുന്ന ഇളവാണ്. ഈ ഇളവുകളിൽ പ്രധാനം തോട്ടഭൂമികൾക്കുള്ള ഇളവുകളാണ്. തോട്ടഭൂമികൾ എന്ന് പറയുമ്പോൾ തോട്ടവിളകളായ തേയില, കാപ്പി, കൊക്കോ, റബ്ബർ, ഏലം, കറുവാപ്പട്ട തുടങ്ങിയ തോട്ടവിളകൾ കൃഷി ചെയ്തു വന്നിരുന്ന ഭൂമികൾ ആണ്. ഈ കൃഷികൾ ഇപ്പോഴും തുടർന്നു വരണം എന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൂമികൾ എത്ര വേണമെങ്കിലും കൈവശം വയ്ക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാണ്യവിളകളുടെ ഉൽപ്പാദനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നിയമത്തിൽ ഇങ്ങനെ ഒരു ഇളവ് അനുവദിച്ചിരുന്നത്. ഈ ഇളവ് ലാൻഡ് റിഫോംസ് ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് തോട്ടമായി കൃഷി ചെയ്തിരുന്ന ഭൂമികൾക്ക് മാത്രമാണ് നൽകിയിരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഈ തോട്ടവിള കൃഷി അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇളവ് റദ്ദായി ഭൂമി സർക്കാരിലേക്ക് ഡൈവേസ്റ്റ് ആകും. ഇതിലേക്ക് ലാൻഡ് ബോർഡ് സീലിംഗ് കേസ് റീഓപ്പൺ ചെയ്ത് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. സെക്ഷൻ 81 പ്രകാരം ഇളവ് നേടിയ ഭൂമി ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരം ഭൂമി അനുവാദം കൂടാതെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയോ പ്ലോട്ട് തിരിച്ച് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ ലാൻഡ് റിഫോംസ് ആക്ടിന്റെ ഇളവ് ഇല്ലാതാകുകയും വെസ്റ്റിംഗ് പ്രൊവിഷൻ പ്രകാരം ഭൂമി സർക്കാരിലേക്ക് ഡൈവേസ്റ്റ് ആകുകയും ചെയ്യും. ഇങ്ങനെ സർക്കാരിലേക്ക് ഡൈവേസ്റ്റ് ചെയ്യപ്പെടുന്ന ഭൂമിക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. നാമമാത്രമായ കോമ്പൻസേഷനാണ് ലഭിക്കുന്നത്. പ്ലാന്റേഷൻ ഭൂമികളിൽ നിന്നും തോട്ടഭൂമികളുടെ 5%, 10%, ടൂറിസത്തിനും ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവയ്ക്കും, ബാക്കി വരുന്ന 90%-ൽ ഔഷധ സസ്യകൃഷി, പുഷ്പകൃഷി, മറ്റ് കൃഷികൾക്കും വിനിയോഗിക്കാമെന്നും 2015 ഒരു തീരുമാനം വന്നിരുന്നു. ഇതിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. നമ്മുടെ കൈവശമുള്ള ഭൂമി തോട്ടമായി പരിവർത്തനപ്പെടുത്തുന്നതിനും സാധിക്കും. ഇതിന് സർക്കാർ അനുമതി നൽകി വിജ്ഞാപനം പുറപ്പെടുവിക്കണം.
തോട്ടഭൂമികളെല്ലാം യഥാർത്ഥത്തിൽ സർക്കാരിലേക്ക് അവകാശം നിലനിർത്തിയ ഭൂമികളാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് പൊതു താൽപര്യപ്രകാരം സംരക്ഷിക്കേണ്ട ഭൂമികൾ. ഇനി മൂന്നാറിലോ ചിന്നക്കനാലിലോ പീരുമേടിലോ അതുപോലുള്ള തോട്ടഭൂമികളിൽ കൂടിയോ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക, ആ തോട്ടഭൂമികളെല്ലാം പൊതുജനങ്ങളുടെ പൊതുസ്വത്തായി സർക്കാരിലേക്ക് അവകാശം വെസ്റ്റ് ചെയ്തിട്ടുള്ള ഭൂമികളാണ്. നോട്ടിഫൈഡ് ഏരിയ എന്നാണ് ഈ പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഡൈവസ്റ്റ് ചെയ്യുന്നതിനും റിസംഷൻ നടത്തുന്നതിനും സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. ഈ ഭൂമി തുണ്ടങ്ങളാക്കി വെട്ടിമുറിച്ച് വിൽക്കാൻ ആരെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടില്ല. 1964 സ്ഥിതിയിൽ തോട്ടമായി നിലനിർത്തണമെന്നല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനും നിയമപരമായി കഴിയില്ല. ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മൂന്നാറിലും മറ്റും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ച് തോട്ടഭൂമി തോട്ടമായി തന്നെ നിലനിർത്തിയത് നമ്മൾ കണ്ടതാണ്. ഇത്തരം ഭൂമികളിൽ സാധാരണഗതിയിൽ പട്ടയം നൽകുന്നതിന് കഴിയില്ല. ഈ ഭൂമികൾ റിസംഷൻ നടത്തി സർക്കാർ പുറമ്പോക്കിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം തരിശ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റിക്കൊണ്ട് സർക്കാർ തീരുമാനം കൈക്കൊണ്ടാൽ മാത്രമേ പതിവിന് വിധേയമാകുകയുള്ളൂ. ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു കൊടുക്കാവുന്ന ഭൂമികളെല്ലാം തരിശ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരേണ്ടതാണ്. അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ ഇത് പതിച്ചു കൊടുക്കാവുന്ന ഭൂമിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ലിസ്റ്റ് ഓഫ് അസൈനബിൾ ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ലിസ്റ്റ് ഓഫ് അസൈനബിൾ ലാൻഡ്സ് എന്നത് ഒരു കണ്ടീഷൻ പ്രീസിഡന്റ് ആണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക ഭൂമി പതിവ് ചട്ടങ്ങൾ ഉണ്ടെങ്കിൽ ജനറൽ ഭൂമി പതിവ് ചട്ടങ്ങൾ ബാധകമാകുകയില്ല. മൂന്നാറിലും അനുബന്ധ മേഖലയിലും കണ്ണൻ ദേവൻ ഹിൽസ് ഭൂമി പതിവ് ചട്ടങ്ങളാണ് പ്രാബല്യത്തിലുള്ളതെന്ന് നമുക്കറിയാം. അതുപോലെ ഏലത്തോട്ടം പോലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡൈവേസ്റ്റ് ചെയ്തു വന്നിട്ടുള്ള ഭൂമികളിൽ 93 കുടിയേറ്റം ക്രമീകരിക്കൽ ചട്ടങ്ങളാണ് ബാധകമാകുന്നത്. ഇതുകൂടാതെ 25-ലധികം മറ്റ് ഭൂമി പതിവ് ചട്ടങ്ങളും സംസ്ഥാനത്ത് നിലവിലുണ്ട്. പ്രാദേശികമായി ഓരോ തരം ഭൂമിക്കും ഈ ഭൂമി പതിവ് ചട്ടങ്ങളുടെ പ്രവർത്തന പരിധി മാറി വരാവുന്നതാണ്. ഈ ചട്ടങ്ങളിലെല്ലാം വ്യത്യസ്തമായ കണ്ടീഷനുകളാണ് നിലനിർത്തിയിരിക്കുന്നത്. ഭൂമികളിൽ നിൽക്കുന്ന മരങ്ങളുടെ അവകാശവും വ്യത്യസ്തമായ രീതിയിലാണ് പരിശോധിക്കപ്പെടുന്നത്. മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഭൂമികൾ സീലിംഗ് റൂൾസ് പ്രകാരമാണ് വിതരണം ചെയ്യുന്നത്. സർക്കാർ ആവശ്യങ്ങൾക്കുള്ള ഭൂമി മാറ്റിവെച്ച ശേഷം ബാക്കി വരുന്ന സ്ഥലം കൃഷിക്കാണ് മിച്ചഭൂമിയായി വിതരണം ചെയ്യുന്നത്. ബിനാമികളെ വെച്ച് ഭൂമി തട്ടിയെടുക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഈ മിച്ചഭൂമികളുടെ കൈമാറ്റം 20 വർഷത്തേക്ക് തടഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അവകാശികൾക്ക് കൈമാറുന്നതിന് നിയമതടസ്സമില്ല. ഈ പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങളെക്കുറിച്ച് അറിയാതെ കാശ് മുടക്കി അബദ്ധത്തിൽപ്പെടുന്നവരും കുറവല്ല. എന്നാൽ ഇങ്ങനെ കാശ് മുടക്കി അബദ്ധത്തിൽപ്പെട്ടവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിനായി 2005 ഒരു 7E അമെൻമെന്റ് നിയമത്തിൽ ചേർത്തിരുന്നു. വളരെ കുറച്ചുപേർക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിച്ചത്. അവരെ നിയമത്തിൽ ഡീംഡ് ടെനൻസ് ആയി കണക്കാക്കുന്നു. എന്നാൽ ഈ 7Eയുടെ കാലപരിധി 18/10/2006 അവസാനിച്ചു പോയിട്ടുള്ളതാണ്. ഇത്തരം ഇളവിനും താലൂക്ക് ലാൻഡ് ബോർഡിൽ നിന്നും അനുമതി സമ്പാദിച്ചിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. പരസ്യങ്ങൾ കണ്ട് ഹൈറേഞ്ചിൽ തോട്ടഭൂമികൾ വാങ്ങുന്നവരും അതുപോലെ മറ്റിടങ്ങളിൽ തോട്ടഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും കൃത്യമായി ഭൂമിയുടെ രേഖകൾ ലീഗൽ ടെസ്റ്റിന് വിധേയമാക്കേണ്ടതാണ്. ഭൂമിയുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഇതുപോലുള്ള നിരവധി നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ തികഞ്ഞ ശ്രദ്ധ ആവശ്യമാണ്. പരിചയസമ്പന്നനായ ഒരു ലീഗൽ പ്രാക്ടീഷണറുടെ സഹായം തേടുന്നത് അഭികാമ്യമായിരിക്കും. ഭൂമി വാങ്ങി നിയമക്കുരുക്കിൽ പെടാതിരിക്കാൻ എന്ന വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ എങ്ങനെയാണ് ലീഗൽ പ്രാക്ടീഷണർമാർ ഭൂമിയുടെ അവകാശം പരിശോധിക്കുന്നതെന്ന് വിശദമാക്കുന്നുണ്ട്. അതുകൂടി കാണുമല്ലോ. ഈ ചാനലിലെ ലാൻഡ് ലോസ് എന്ന പ്ലേലിസ്റ്റിലും അത് കാണാവുന്നതാണ്.